ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ടേബിൾ ലാമ്പാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ടേബിൾ ലാമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 2 റീപ്പർ വേണം. ഇത് കുറച്ച് കനമുള്ള റീപ്പറാണ്. പിന്നെ ഇതിൻ്റെ ടിന്ന് വേണം, 2 കഷ്ണങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ വെക്കാനുള്ള നൈസായിട്ടുള്ള റീപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന മാതിരി ആദ്യം തന്നെ ഇത് അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ചെറിയ കട്ട ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഇത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ നമ്മളിത് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ആക്ഷൻ ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സൈഡിൽ വെക്കാനുള്ള റീപ്പറാണ് ഞാനപ്പോൾ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ ആദ്യം ഇത് ഓർഡർ ചെയ്യുക. അപ്പോൾ ഇത് താഴ്ഭാഗം ഇപ്പോൾ ഏകദേശം ഓർഡർ ആയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ കാണുന്ന കഷ്ണം നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. ഒട്ടിച്ചെടുക്കുകയോ ആണി അടിക്കുകയോ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ആണി അടിക്കാം. ഇപ്പോൾ ഇത് നേരെ അടിഭാഗം സെയിം ആക്കി വെക്കുക. എന്നിട്ട് നമുക്കിവിടെ ആണി അടിക്കാം. അപ്പോൾ ഈ പോർഷൻ ഇവിടുന്ന് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ആണി അടിച്ച് സെറ്റ് ചെയ്യുന്നത്. അപ്പം അത് നിങ്ങളും അതുപോലെ തന്നെ ആണി അടിച്ചിട്ടോ അല്ലെങ്കിൽ ഗ്ലൂ വെച്ചിട്ടോ എന്ത് വെച്ചിട്ടെങ്കിലും അവിടെ സെറ്റാക്കി എടുക്കുക. അപ്പം ഇവിടെ ആണി അടിക്കാം. അപ്പോൾ ആണി അടിച്ചതിന് ശേഷം ഇതിൻ്റെ മേൽഭാഗത്ത് ഞാൻ ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് ആ കഷ്ണം ഒട്ടിച്ചതിന് ശേഷമാണ് ഇങ്ങനെ തുളയ്ക്കുന്നത്. അപ്പം ഡ്രില്ല് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ തുളച്ചെടുക്കുക. ഈ തുളച്ചെടുക്കുന്നതിന് മുന്നേ നമ്മളതിന് വേണ്ട ബോൾട്ട് വാങ്ങിയിരിക്കണം. ഒരു നട്ടിൻ്റെയും ബോൾട്ടിൻ്റെ ആവശ്യമുണ്ട് ഇവിടെ. അപ്പോൾ ആ നട്ടും ബോൾട്ടും ഏതാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് സൈഡിൽ വെക്കുന്ന റീപ്പറാണ്, അതും നമ്മൾ തുളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 റീപ്പറുകൾ നമ്മൾ തുളച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തുളച്ചെടുത്ത സാധനം ഡയറക്റ്റ് ഇതാ അപ്പുറം കാണുന്ന രീതിയിൽ ഫുള്ളായിട്ട് തുളച്ചതാണ്. സൈഡ് ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ സൈഡ് ഭാഗം ഏകദേശം നമ്മൾ തുളച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബോൾട്ട്. അതിൻ്റെ നെറ്റ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ അതിനൊരു വാഷർ ഇട്ടതിന് ശേഷം നമുക്ക് അത് അറേഞ്ച് ചെയ്യാം. അപ്പം ഒരു വാഷർ ഇട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഭാഗം ഉള്ളിലേക്ക് കടത്തി വെക്കാം. ഇത് ഡയറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് തള്ളുക. അപ്പം അപ്പുറത്തുള്ള ലോക്ക് നമുക്ക് ഇടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തൊരു വാഷർ ഇട്ട് ചെയ്ത് വെക്കാം. ഇങ്ങനെ വാഷർ ഇട്ട് ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ നെറ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഈ നെറ്റിൻ്റെ പ്രത്യേകത അറിയുന്നത് നമുക്ക് എല്ലാ ഷോപ്പുകളിലും അങ്ങനെ അവൈലബിൾ അല്ല ഈ സാധനം. ചെവി നെറ്റ് എന്നറിയപ്പെടുന്ന ഒരു നെറ്റാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ചെവി നെറ്റ് അല്ലെങ്കിൽ ഇയർ നെറ്റ് എന്ന് പറയുന്ന നെറ്റാണ്. അപ്പം അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് സാധനം. ഇത് പിച്ചളൻ്റെ സാധനമാണ്. 20 രൂപ ഇതിന് ഒരു പീസിന് 20 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ഇരുമ്പിൻ്റെ സാധനമൊക്കെ കിട്ടാനുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ എനിക്ക് പിച്ചളയെ കിട്ടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് അറിയാം, ഇത് ഇട്ട് കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത്ത് ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ സാധനം നമുക്ക് എത്രത്തോളം വേണമെന്ന് വെച്ച് നമ്മൾ കറക്റ്റ് മെഷർ ചെയ്തതിന് ശേഷം ബാക്കി പോർഷൻസ് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ എക്സോ ബ്ലേഡ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത്. അപ്പോൾ ഏകദേശം ഈ ലെങ്ത്തിൽ ഇത്രയും ഭാഗം ബാക്കി ആയതിനാൽ നമുക്ക് ഈ നെറ്റിൻ്റെ എഡ്ജ് ലാസ്റ്റ് അവസാനം വരെയുള്ള ഇത് മതി. അപ്പോൾ ഈ ഭാഗത്ത് വെച്ച് നമുക്കത് കട്ട് ചെയ്യാം. അത് നമ്മളത് കട്ട് ചെയ്തു. കുറച്ച് കട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു, റിസ്ക് ആണെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഫുള്ള് റിലീസ് ചെയ്യാം. നമുക്കത് ബാക്കി പരിപാടി എടുക്കാനുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ റിലീസ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കത് പേപ്പർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇത് വേസ്റ്റ് റീപ്പർ ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. കസിൻ്റെ ഷോപ്പിൽ നിന്ന് ഞാൻ വേസ്റ്റ് റീപ്പർ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ കസിൻസ് എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രൈസ് ഞാൻ പ്രത്യേകം പറയുന്നു. സൂര്യചാരനും ശ്രീജിത്താരനും എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോടുള്ളൊരു നന്ദി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് പ്രൈമർ അടിക്കാം. അപ്പോൾ ഇത് നമ്മൾ ബേസ് ആയിട്ട് വെക്കുന്ന സാധനമാണ്. അപ്പം ഇതിനുള്ള ആദ്യം പ്രൈമർ അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി ഘട്ടത്തിലേക്ക് കിടക്കാം. അപ്പം വുഡ് പ്രൈമർ തന്നെയാണ് നമ്മളിവിടെ ബാക്കി അടിക്കുന്നത്. വുഡ് പ്രൈമർ എല്ലാ ഭാഗത്തും നന്നായിട്ട് അടിക്കാം. ഓക്കെ, ഇതുപോലെ അടിക്കുക. ഈ എല്ലാ സ്റ്റാൻഡിലും അടിക്കണം. ഇതിലും ഇതിൻ്റെ പിൻവശത്തും നമ്മൾ കാഴ്ചക്ക്, അതായത് കാണുന്ന എല്ലാ ഭാഗത്തും നമ്മളത് അടിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ അടിച്ചാൽ മതി. നിങ്ങൾ വുഡ് പ്രൈമറോ നിങ്ങൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള എന്ത് പ്രൈമറാണെങ്കിലും നിങ്ങൾക്ക് അത് അടിക്കാം.
അപ്പം ഓയിൽ പ്രൈമർ അടിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ അടിക്കാം. ഞാൻ വുഡ് പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അടിച്ചതിന് ശേഷം നമുക്ക് ഈ സ്റ്റാൻഡിൻ്റെ മുകളിൽ ഇത് ഫിക്സ് ആക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ സ്ക്രൂ ചെയ്യുകയോ ആണി അടിക്കുകയോ ചെയ്യാം. അപ്പോൾ ഇതിൽ ആണി അടിക്കാനുള്ള ഏക വഴി അടിയിൽ നിന്ന് മേലോട്ട് അടിക്കുന്നതാണ്. എന്നിട്ട് ഇതിൻ്റെ സ്റ്റാൻഡ് താഴേക്ക് ഇറക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാനിത് ഏകദേശം അളന്നതിന് ശേഷം ആണി അടിക്കുകയാണ് ചെയ്തത്. താഴ്ഭാഗത്തുനിന്ന്, അതായത് ഈ വശത്തുനിന്ന്, അതായത് ബാക്കിൽ നിന്ന് ഇങ്ങനെ അടിച്ച് മുകളിലോട്ട് ആണി പൊന്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുക. ഒരു ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹോൾസ് മീൻസ് ഡ്രില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആണി ഉള്ളോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഉള്ളോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നേരെ ഇത് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇത് മേലെ ടോപ്പിൽ നിന്ന് അങ്ങോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അളവിൽ തുളച്ചത് കൊണ്ട് ഡയറക്റ്റ് അതിലേക്ക് തന്നെ ഇറങ്ങും. വേറെ പുറത്തേക്കൊന്നും പോകില്ല. റീപ്പർ നല്ല റീപ്പർ ആയതിനെ കൊണ്ട് നല്ല കണ്ടീഷനിൽ ചീന്തി പോകേണ്ട നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ നട്ടും ബോൾട്ടും ഒക്കെ ഇട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നട്ട് ഇതുപോലെ ആദ്യം സെറ്റ് ചെയ്യുക. ആദ്യം നമ്മൾ ഇത് ഊരിയ പോലെ തന്നെ ഇത് സെറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അത് റെഡി ആയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുക. ഓക്കെ, ഇതുപോലെ ചെറിയ ടൈറ്റ് ഉണ്ടായത് പ്രൈമർ അടിച്ചതിന് ശേഷമാണ്. ചെറിയൊരു ടൈറ്റ് ഉണ്ടായിരുന്നത്, എന്നാലും പ്രശ്നമില്ല. അത് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ടൈറ്റേ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം വാഷർ ഇട്ടതിന് ശേഷം ഇതിട്ട് അതിൻ്റെ ലോക്കും പാടി ഇടുക. ഒരു ഹാൻഡിലും പാടി ഇട്ടതിന് ശേഷം നമുക്കതിൻ്റെ ചെവിനട്ട് ഫിക്സ് ചെയ്യാം. ഓക്കെ, പ്രൈമറിൻ്റെ കുറച്ച് പോർഷൻസ് അതിൻ്റെ മുകളിൽ ഉള്ളതുകൊണ്ടാണ് എനിക്ക് നട്ടിടാൻ ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു. അതൊന്നും വലിയൊരു പ്രയാസമല്ല, എന്നാലും അതാണ് ഇവിടെ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തന്നതാണ്. അപ്പോൾ ഓക്കെ, ഇതുപോലെ നമ്മളിത് ടൈറ്റാക്കുന്നതനുസരിച്ച് ആ സ്റ്റാൻഡ് അവിടെ ഡയറക്റ്റ് നമ്മൾ വെച്ച സ്ഥലത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെട്ട് തന്നെ ഉപയോഗിച്ചത്. നമുക്ക് പെട്ടെന്ന് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ ഉപയോഗിച്ചത്, അങ്ങനത്തെ സാധനം വെച്ചത്. അപ്പോൾ ഇത് നമ്മുടെ പെപ്സീൻ്റെ മിറണ്ടേൻ്റെ ഒക്കെ ടിന്നാണ്. അപ്പോൾ ഈ ടിന്ന് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലൊരു വലിയ തുളയുണ്ട്. അത് നമ്മൾ വയറ് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. 4 തുള കൂടുതലിട്ടത് ഇതിൻ്റെ ഉള്ളിൽ ബൾബ് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാൻ ഒരു എളുപ്പവഴിക്ക് വേണ്ടി ചെയ്തു വെച്ചതാണ്. അപ്പം ഒരുപാട് പരിമിതികളുണ്ട് ഈ സാധനത്തിന്. നമ്മൾ ചീപ്പായിട്ടുള്ള ഈ സാധനം വെച്ച് ചെയ്യുന്നതുകൊണ്ട് 1 മണിക്കൂറിൽ കൂടുതലൊന്നും നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ചെയ്ത് വെക്കാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനത്തെ മെറ്റലായതിനെ കൊണ്ട് ഉരുകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളിത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. അപ്പോൾ നമ്മളിത് ഹാൻഡിൽ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ സ്ക്രൂസാണ് ഉപയോഗിക്കുന്നത്. ഇത് ചെറിയ നട്ടും ബോൾട്ടും തന്നെയാണ്. അപ്പം അത് നമുക്ക് സൈഡിൽ കൂടെ കുറച്ച് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ ടിൻ അതിലേക്ക് കയറ്റിയിട്ട് ബോൾട്ട് ഇടാവുന്നതാണ്. അപ്പോൾ ബോൾട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഏകദേശം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ നട്ട് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താം. അപ്പോൾ 2 സൈഡും ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്നൊന്നും പുറത്തേക്ക് ഇത് വീണ് പോവില്ല. അപ്പം ഇതുപോലെ സെറ്റ് ചെയ്യുക നിങ്ങൾ. കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ അധികം ആരും നടുഭാഗത്തേക്കൊന്നും തുളയ്ക്കേണ്ട ആവശ്യമില്ല. ഈ നട്ട് ഇടാൻ പാകത്തിൽ ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, നമ്മൾ സാധനം ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്തെടുക്കേണ്ട ഒരാവശ്യമുണ്ട്. അപ്പോൾ സ്പ്രേ പെയിൻറ്റ് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ സ്പ്രേ പെയിൻ്റാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പെയിൻറ്റ് ഉപയോഗിച്ച് എനാമലോ എങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം. ഞാനിതിൻ്റെ മാറ്റ് കളറാണ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച എല്ലാ ആക്ഷൻസും ഇപ്പം ഇതിന് കിട്ടിയിട്ടുണ്ട്. അതിനു മുന്നേ നമുക്ക് ഇതിൻ്റെ വയേഴ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പം 2 കോർ വയറാണിത്. അപ്പം നമുക്ക് ഇതിൻ്റെ സ്ലീവ് ഒന്ന്, ഈ ബ്ലാക്ക് സ്ലീവ് ഒന്ന് ആദ്യം ഇത് കളയാം. സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഹോൾഡറൊക്കെ ഒന്ന് കുടുക്കി വെക്കാം. എന്നിട്ട് മതി പെയിൻറ്റിങ്ങൊക്കെ. അപ്പോൾ ഓക്കെ, നമ്മളിത് സ്ലീവൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, വയർ കട്ടായി പോകാതിരിക്കാൻ ശ്രമിക്കുക. ഈ പാട്ടയുടെ മേലെ ഇത് തട്ടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വയേഴ്സൊന്നും അതിൻ്റെ മുകളിൽ പഴയ വയേഴ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ ടിന്നിൻ്റെ മേലെ വയർ തട്ടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം. അപ്പം ഇതേപോലെ സ്ലീവൊക്കെ കളഞ്ഞതിന് ശേഷം അതിൻ്റെ ടു പിൻ പ്ലഗിൻ്റെ കണക്ടറിൽ കൊടുക്കുക. അപ്പോൾ ഓക്കെ, ഇതുപോലെ വയേഴ്സൊക്കെ നന്നായിട്ട് വയറിൻ്റെ സ്റ്റാൻഡൊക്കെ പുറത്തേക്ക് വരാത്ത രീതിയിൽ മടക്കിയതിന് ശേഷം മാത്രം കൊടുക്കുക. അപ്പോൾ ഇതാണ് പ്ലഗിൻ്റെ കണക്ടർ. അപ്പോൾ ഈ കണക്ടറിലേക്ക് നമുക്ക് ആദ്യം ഈ വയർ കൊടുക്കാം.
അപ്പോൾ ഓക്കെ നമ്മളിത് ഊരിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കണക്ടറിൻ്റെ മെയിൻ പോർഷൻ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആ വയർ കൊടുക്കുന്നത്. അപ്പോൾ വയറൊക്കെ നന്നായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വയർ കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഈ സ്ക്രൂ ലൂസാക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് വയർ കണക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ആദ്യം തന്നെ ഹോൾഡറിൻ്റെ ഇത് പിന്നൊക്കെ നന്നായിട്ട് ഇറക്കിയതിന് ശേഷം അത് ടൈറ്റ് ചെയ്യുക. അപ്പം ഈ ക്ലിപ്പ് ഇതുപോലെ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ സ്ക്രൂ നിലത്ത്, അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ടൈറ്റ് ആക്കണം. അപ്പം ഇത് ഏകദേശം കറക്റ്റായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം സ്ക്രൂ ടൈറ്റ് ആക്കുക. അപ്പോൾ ഈ പിന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹോൾഡറാണ് കണക്ട് ചെയ്യാനുള്ളത്. ഹോൾഡർ നമുക്ക് ടിന്നിൻ്റെ ഉള്ളിൽ നിന്ന് കണക്ട് ചെയ്യാം. അതായത് ടിന്നിൻ്റെ ഉള്ളിലേക്ക് വയേഴ്സ് ഇട്ടതിന് ശേഷം മാത്രം ഹോൾഡർ കണക്ട് ചെയ്താൽ മതി. അപ്പം ഇപ്പോൾ ഇത് കണക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമുക്ക് ഇനി ടിന്ന് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ സ്പ്രേ പെയിൻ്റാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ സ്പ്രേ പെയിൻറ്റ് തന്നെ നമുക്ക് അടിക്കാം. ഓക്കെ, സിമ്പിളായിട്ട് ഇങ്ങനെ അടിച്ചാൽ മതി. ഓക്കെ, സ്പ്രേ പെയിൻറ്റ് നമുക്ക് ഫുള്ളായിട്ട് അടിക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ഏകദേശം സ്പ്രേ പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഉണങ്ങിയിട്ടുള്ള സാധനമാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ ഉദ്ദേശിച്ച മാതിരി ഇത് അടിച്ച് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പണിയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഉണക്കിയെടുത്ത ടിന്നും അതിൻ്റെ സെറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വയേഴ്സ് ഇടാം. വയേഴ്സ് ഇട്ടതിന് ശേഷം നമുക്ക് ഹോൾഡർ കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിത് 1.5 മീറ്ററേ വാങ്ങിയിട്ടുള്ളൂ ഇതിൻ്റെ വയർ. അപ്പോൾ എനിക്ക് എൻ്റെ ടേബിളിന് കറക്റ്റ് സെറ്റ് അടുത്തതിനെ കൊണ്ടാണ് ഞാൻ അത്ര വാങ്ങിയത്. അപ്പോൾ നിങ്ങളുടെ ലെങ്ത്ത് അനുസരിച്ച്, എവിടെയാണോ പ്ലഗ് ഉള്ളത് അനുസരിച്ച് നിങ്ങൾ വയേഴ്സ് നോക്കി വാങ്ങുക, അളന്നിട്ട് വാങ്ങുക. അപ്പോൾ എനിക്കിവിടെ തൊട്ടടുത്തതിനെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ആദ്യം കയറ്റിയതിന് ശേഷം ഹോൾഡർ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഹോൾഡർ നന്നായിട്ട് ടൈറ്റിൽ കണക്ട് ചെയ്യാം. രണ്ട് സൈഡ് നന്നായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ സ്റ്റാൻഡ് പുറത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പം നല്ല രീതിയിൽ ഹോൾഡർ കണക്ട് ചെയ്യുക, പുറത്തേക്ക് ഒന്നും എത്താത്ത രീതിയിൽ കണക്ട് ചെയ്യുക. കാരണം ടിന്നിൻ്റെ മേലെ തട്ടിൻ്റെ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ പറയുന്നത്. ഓക്കെ, നമ്മളത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ ഓക്കെ, ഇത് ലൂസാണ്. അപ്പോൾ ഉള്ളിലേക്ക് ഡയറക്റ്റ് പോകുന്നുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് അത്രയ്ക്ക് ഇറങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല, ബാക്ക് ടൈറ്റായി നിൽക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഇവിടെ LED-ൻ്റെ ഒരു ബൾബാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ ഈ ബൾബ് നേരെ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ബാക്കോട്ട് വലിക്കുമ്പോൾ അത് ടൈറ്റായി നിൽക്കും. കാരണം ബൾബ് അത്രയും വലിയ ബൾബ് അതിനെ കൊണ്ടാണ് അത് ടൈറ്റായി നിൽക്കുന്നത്. അപ്പം ഇതുപോലുള്ള ആക്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്കിൽ നിങ്ങൾക്കൊരു കേബിൾ ടൈ അടിച്ചത് കാണാൻ പറ്റും. അപ്പോൾ ഈ കേബിൾ ടൈ അടിച്ചത് ഇത് മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഏകദേശം സംരംഭം സെറ്റാണ്, സംഭവം വർക്കിംഗ് ഒക്കെയാണ്. അത് ലൂസായത് നോക്കണ്ട, ഞാനത് കുറച്ച് ലൂസിലിട്ടതുകൊണ്ടാണ് ലൂസായത്. അപ്പോൾ ഇനി അത് ടൈറ്റാക്കി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ ശരിയാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.